കാലൻ വന്നെത്തിടും നാളിവിടെയൊരുവനും സാധ്യമല്ലാതടുക്കാൻ മാലേറാതിജഗത്തിൽ പരിചൊടു കഴിയാൻ വേണമമ്മേ കടാക്ഷം ഈ ലോകം കീഴടക്കാൻ ഹിമഗിരിതനയേ ജംബുവിൻ ചിത്ത ഗോവിൻ പാലേലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 20ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തത്. ശിവദൂതൻ പറഞ്ഞതനുസരിച്ച് യുദ്ധത്തിന് തയ്യാറായി പോകാൻ പുറപ്പെട്ട ചന്ദ്രചൂഡൻ ദുഃഖാർത്തിയായ തൻ്റെ പത്നിയായ തുളസിയെ ആ തത്വജ്ഞാനം കൊണ്ട് ഉയർത്തുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ കേട്ടത്. ഇനി വരുന്ന 21ാമത്തെ അധ്യായത്തിൽ ശംഖചൂഡനും ശിവനും തമ്മിലുള്ള യുദ്ധം, ദേവന്മാരുമായിട്ടുള്ള യുദ്ധം, ഇതൊക്കെയാണ് ഇനി വരുന്ന അധ്യായങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത്. ആ കഥയെ നാരായണ ഋഷി പറയുന്നു. പരായണനായിട്ടുള്ള ശംഖചൂഡൻ കൃഷ്ണനെ മനസ്സാ ധ്യാനിച്ചുകൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ മനോഹരമായ പുഷ്പതലത്തിൽ നിന്ന് എഴുന്നേറ്റു. വസ്ത്രങ്ങളെല്ലാം മാറി പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടിതാ ഗുരുവിനെ, ഭഗവാനെയെല്ലാം പൂജിച്ചു. ഉത്തമ കുതിരകളെയെല്ലാം പൂജിച്ചു. വിപ്രന്മാർക്കും മറ്റുള്ളവർക്കും അനേകവിധത്തിലുള്ള ദാനങ്ങളൊക്കെ ചെയ്തു. ആ ദാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അവൻ്റെ പുത്രനെ രാജാവായിട്ട് വാഴിച്ചു. ഭാര്യയെയും സർവസമ്പൽ സമൃദ്ധമായ രാജ്യത്തെയും പുത്രനെ ഏൽപ്പിച്ചു. എല്ലാം മകനെ ഏൽപ്പിച്ചുകൊണ്ട് ധനുർധാരിയും സ്വയം സന്നദ്ധനുമായി നിന്നു. സൈന്യങ്ങളെല്ലാം സജ്ജീകരിച്ച് നിന്നു. 1,00,000 കുതിരകൾ, 1,00,000 മതയാനകൾ, 10,000 രഥങ്ങൾ, 3 കോടി വില്ലാളികൾ, 3 കോടി പടച്ചട്ടയണിഞ്ഞ കാലാൾപ്പടകൾ, 3 കോടി ശൂലധാരികൾ, ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള സൈന്യമാണ് ആ ദാനവേന്ദ്രനുണ്ടായിരുന്നത്. മഹാരഥനെ നിയമിച്ചു. യുദ്ധത്തിൽ തേരാളികളിൽ മുഖ്യനായിട്ടാണ് ഈ മഹാരഥൻ അറിയപ്പെടുന്നത്. 3,00,000 അക്ഷൗഹിണികളുടെ നായകത്വം അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ടിതാ 30 അക്ഷൗഹിണികളെ ഭണ്ഡാരത്തിന് കാവലേർപ്പെടുത്തി. ശ്രീഹരിയെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ശിബിരത്തിൽ നിന്നും കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി പുഷ്പഭദ്ര നദീതീരത്തേക്കാണ് ശംഖചൂഡൻ പുറപ്പെട്ടത്. അവിടെയാണ് അക്ഷയ വടവൃക്ഷവും സിദ്ധാശ്രമവും സിദ്ധന്മാരുടെ സിദ്ധക്ഷേത്രവും കപിലൻ തപസ് ചെയ്ത സ്ഥലവും ഉള്ളത്. പുണ്യക്ഷേത്രമായ ഭാരതത്തിൽ പശ്ചിമസമുദ്രത്തിന് കിഴക്കായിട്ട് മലയപർവ്വതത്തിന് പടിഞ്ഞാറായി, ശ്രീശൈലത്തിന് ഉത്തരഭാഗമായി, ഗന്ധമാദനത്തിന് തെക്കുഭാഗമായി 5 യോജന വിസ്താരവും അതിൻ്റെ 10 ഇരട്ടി നീളമുള്ള ശുദ്ധ സ്ഫടിക സങ്കാശവും സദാ ജലസമ്പൂർണവും ഭാരതത്തിലെ പുണ്യ പ്രതിയും ശുഭയുമായ പുഷ്പഭദ്രാനദി പ്രവഹിക്കുന്നു. ഗോമതി നദിക്ക് വലത്തുഭാഗത്തുകൂടി ഒഴുകി ലവണസമുദ്രത്തിലാണ് അത് പതിക്കുന്നത്. അവിടെ എത്തി ശംഖചൂഡൻ മഹാദേവനെ ദർശിച്ചു. വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ യോഗാസനത്തിൽ യോഗമുദ്രയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന കോടിസൂര്യന്മാർക്ക് തുല്യം പ്രകാശിക്കുന്നതായിട്ടുള്ള പുലിത്തോലുടുത്തവനായിട്ടുള്ള ഭക്തർക്ക് മൃത്യു ഇല്ലാതാക്കുന്നവനും ശാന്തനും ഗൗരീകാന്തനും മനോഹരനും സർവസമ്പത്തുകളും ദാനം ചെയ്യുന്നവനും ക്ഷിപ്രം പ്രസാദിക്കുന്നവനും ഒക്കെ വിശ്വബീജനും വിശ്വരൂപനും ഒക്കെ ആയിട്ടുള്ള മഹാദേവനെ അവിടെ കണ്ടു. അങ്ങനെയുള്ള മഹാദേവനെ അത് അവിടെ കണ്ടു. ആ വിശ്വനാഥനായിട്ടുള്ള മഹാദേവനെ കണ്ട ചന്ദ്രചൂഡൻ മഹാദേവനെ നമസ്കരിച്ചു.
എല്ലാവരോടും ചേർന്ന് അദ്ദേഹത്തെ ഭക്തിപൂർവം സ്തുതിച്ചു. ഇടതുഭാഗത്തിരിക്കുന്ന ഭദ്രകാളിയെയും മുമ്പിൽ നിൽക്കുന്ന സ്കന്ദനെയും നമസ്കരിച്ചു. ശങ്കരനും കാളിയും സ്കന്ദനും അദ്ദേഹത്തെ ആശീർവദിച്ചു. ശംഖചൂഡൻ വരുന്നത് കണ്ടപ്പോഴേക്ക് നന്ദീശ്വര മുതൽ എല്ലാവരും എഴുന്നേറ്റു. അവർ അന്യോന്യം ഓരോന്നും പറഞ്ഞ് രാജാവ് അവരോട് കുശലം ചോദിച്ച് ശിവസന്നിധിയിൽ ചെന്നിരുന്നു. അങ്ങനെ ഇതാ പ്രസന്നനായിട്ടുള്ള മഹാദേവൻ ശംഖചൂഡനോട് പറയുന്ന ഭാഗങ്ങളാണ് ഇനി പറയുന്നത്. മഹാദേവ ഉവാച വിധാത ജഗദാം ബ്രഹ്മാ പിതാ ധർമ്മസ്യ ധർമ്മവിൽ മരീചിത്തസ്യ പുത്രശ്ച വൈഷ്ണവശ്ചാഭിധാർമ്മിക. ജഗത് സൃഷ്ടാവായ ബ്രഹ്മാവ് ധർമ്മജ്ഞനും ധർമ്മജനകനുമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രനായ മരീചി ധാർമ്മികനും വൈഷ്ണവനുമാണ്. പ്രജാപതിയും ധർമ്മിഷ്ഠനുമായ കശ്യപൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. ദക്ഷപ്രജാപതി അദ്ദേഹത്തിന് ഭക്തിയോടും പ്രീതിയോടും കൂടി 13 കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരിൽ ഒരുവളാണ് സാധ്വിയായിട്ടുള്ള ധനു. അവളാണ് കശ്യപന്റെ വംശത്തെ പുഷ്ടിപ്പെടുത്തിയത്. ധനുവിൻ്റെ അതിശക്തന്മാരായ 40 പുത്രന്മാരാണ് ദാനവന്മാര്. അവരിൽ ഒരുവനായ വിപ്രജിത്തി വലിയ ബലപരാക്രമനുള്ളവനായിരുന്നു. വിപ്രജിത്തിയുടെ പുത്രനായ ദംഭൻ വിഷ്ണുഭക്തനും ധാർമ്മികനും ആയിരുന്നു. പുഷ്കര തീർത്ഥത്തിൽ വെച്ച് അദ്ദേഹം 1,00,000 വർഷം പരമമായ മന്ത്രം ജപിച്ചിട്ടുണ്ട്. ശുകാചാര്യനെ ഗുരുവാക്കിക്കൊണ്ട് കൃഷ്ണപരമാത്മാവിൻ്റെ മന്ത്രമാണ് ഉപാസിച്ചത്. അങ്ങനെ കൃഷ്ണ പരായണനായ നിന്നെ അദ്ദേഹത്തിന് പുത്രനായിട്ട് ലഭിച്ചു എന്ന് പറയാണ്. അപ്പോൾ ദംഭന്റെ പുത്രനായിട്ടാണ് ഇവിടെ ഈ ചന്ദ്രചൂഡൻ വന്നിരിക്കുന്നത്. പണ്ട് നീ അവൻ്റെ പൂർവ്വവൃത്താന്തം ശിവൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ചന്ദ്രചൂഡന്റെ പണ്ട് നീ ഗോപന്മാരുടെ കൂട്ടത്തിൽ ധാർമ്മികനായ പാർഷദനായിരുന്നുവല്ലോ. ഇപ്പോൾ രാധികയുടെ ശാപഫലമായി ഭാരതത്തിൽ ഒരു ദാനവനായിട്ട് വന്നിരിക്കുകയാണ്. ബ്രഹ്മാവ് മുതൽ തൃണം വരെ സകലതും നിസ്സാരമാണെന്ന വിഷ്ണുഭക്തർ വിചാരിക്കുന്നത്. ഹരിയുടെ സാലോക്യ സാരൂപ്യ സായുജ്യ സാമീപ്യം പോലും ഭക്തന്മാർക്ക് നിസ്സാരമാണ്. ഭഗവാന്റെ സേവനമൊഴികെ മറ്റൊന്നും വൈഷ്ണവര് കൊടുത്താലും സ്വീകരിക്കില്ല. ബ്രഹ്മത്വം അമരത്വം ഒന്നും തന്നെ അത്തരത്തിലുള്ള വിഷ്ണുഭക്തന്മാരെ തുച്ഛമായിട്ടേ കരുതുന്നുള്ളൂ. ഇന്ദ്രത്വം മുതലായിട്ടുള്ളവരും മനു മുതലായിട്ടുള്ള പദവികളും അവർ പരിഗണിക്കുകയില്ല. എന്നിട്ടും ഭക്തനായ നിനക്ക് ദേവന്മാരുടെ രാജ്യത്തോട് എന്തിനാണ് ഇത്ര ഭ്രമം വെച്ചിരിക്കുന്നത്? ദേവന്മാർക്ക് അവരുടെ രാജ്യം നൽകി എന്റെ പ്രീതിക്ക് നീ പാത്രീഭൂതനാവുക. സുഖമായി സ്വന്തം രാജ്യത്തിൽ വാഴുക. ദേവന്മാർ അവരുടെ നാട് ഭരിക്കട്ടെ. അല്ല, സഹജീവികളെ ദ്രോഹിക്കുന്നത് മതിയാക്കുക നീയ്. എല്ലാവരും കശ്യപന്റെ വംശത്തിൽപ്പെട്ടവരാണ് നിങ്ങളൊക്കെ തന്നെ. ബ്രഹ്മഹത്യ തുടങ്ങിയ എല്ലാം പാപങ്ങളാണല്ലോ. അതുകൊണ്ട് ബന്ധുദ്രോഹം നിമിത്തമായുണ്ടാകുന്ന പാപങ്ങളെല്ലാം ബ്രഹ്മഹത്യാദി പാപങ്ങൾ ഇതെല്ലാം കഠിനമാണ്. ഇത് നീ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഇത് പറയാനുള്ള കാരണം എല്ലാം കശ്യപന്റെ വംശങ്ങളാണ്. കശ്യപന്റെ 13 ഭാര്യമാരാണല്ലോ അതിഥി, ദിതി, ദാനു മുതലായിട്ടുള്ളവര്. അതിൽ അതിഥിയുടെ പുത്രന്മാരാണ് ഈ ദേവന്മാരെല്ലാം. ദിതിയുടെ പുത്രന്മാരാണ് അസുരന്മാരെല്ലാം. ധനുവിന്റെ പുത്രന്മാരാണ് ഈ ദാനവരായിട്ടുള്ള ഇവരൊക്കെ. അപ്പം എല്ലാം അങ്ങനെ ജ്യേഷ്ഠാനുജന്മാര് അല്ലേ, കസിൻ ബ്രദേഴ്സ് എന്ന് പറയില്ലേ നമ്മൾ. അച്ഛനൊന്നാണ്, അമ്മ മാത്രമേ ഇവർക്ക് വേറെ വേറെയുള്ളൂ. അപ്പോൾ എല്ലാം ബന്ധുജനങ്ങളാണ്. അങ്ങനെ ബന്ധുക്കളായിട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വധിക്കുക, അവരെ വധിക്കുക. ഇതെല്ലാം ബ്രഹ്മഹത്യാദി പാപങ്ങൾക്ക് തുല്യമാണല്ലോ ബന്ധുക്കളെ വധിക്കുക എന്നുള്ളതെല്ലാം അല്ലേ. അപ്പം അത് കാരണം കൊണ്ട് അതൊന്നും ചെയ്യാതെ കണ്ട് നീയ് ഇതാ ദേവന്മാർക്ക് ഉചിതപ്പെട്ട രാജ്യത്തിനെ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നെല്ലാമാണ് ഇവിടെ മഹാദേവൻ ദാനവനായിട്ടുള്ള ചന്ദ്രചൂഡനെ ഉപദേശിക്കുന്നത്. ബാക്കി ഭാഗങ്ങൾ നാളെ തുടർന്നു പോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരേ നമഃ.